യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പ്. വയനാടിനായി പിരിച്ച പണം എവിടെയെന്ന് നേതാക്കളോട് പ്രതിനിധികൾ. അർഹതയില്ലാത്തവരാണ് സംസ്ഥാന നേതൃത്വത്തിൽ എത്തിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ക്യാമ്പിൽ രൂക്ഷ വിമർശനം. കോൺഗ്രസിലെ ക്യാപ്റ്റൻ മേജർ ചർച്ചകൾ നാണക്കേടെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പ്. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. ഷാജി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങൾക്ക് രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, സംസ്ഥാന പ്രസിഡന്റിന് എതിരെ അർഹതയില്ലാത്തവരാണ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയത് എന്ന വിമർശനമാണ് പ്രധാനമായും ക്യാമ്പ് ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ വയനാടിനായി പിരിച്ച പണം എവിടെയെന്ന പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നിൽക്കുന്ന നേതാക്കളെയും അവിടെ കാണാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ സംഭവിച്ചത്? മനു, കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്നു വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃ ക്യാമ്പിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ നേതാക്കൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. കാര്യം, സംഘടനാ പ്രവർത്തനങ്ങളൊന്നും കാര്യമായ രീതിയിൽ നടക്കുന്നില്ല. അത് നേതൃത്വം നൽകുന്നതിന് ഗുരുതരമായ വീഴ്ച നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും. അദ്ദേഹത്തിന് പല കാര്യങ്ങൾക്ക് വിളിച്ചാലും അദ്ദേഹം ജനപ്രതിനിധി ആയതുകൊണ്ട് സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ അത് സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കും. അങ്ങനെയുള്ളവർ ആ പദവിയിൽ നിന്നും മാറി നിൽക്കാൻ തയ്യാറാകണമെന്നുള്ളൊരു നിർദ്ദേശമാണ് പൊതുവെ നേതൃത്വത്തിന് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേതാക്കൾക്കെതിരെയും, കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെയും വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്. ക്യാപ്റ്റൻ മേജർ വിളികൾ വളരെയധികം നാണക്കേടുണ്ടാക്കുന്നു. രൂക്ഷ വിമർശനമാണ് ഇത്തരം കാര്യങ്ങളിൽ ഒന്നടങ്കം യോഗത്തിൽ ഉയർന്നു വന്നത്. നേതാക്കൾ സ്വയം അപഹാസ്യരാകരുതെന്നും ഇവർ പറയുന്നു. അതോടൊപ്പം തന്നെ ക്യാപ്റ്റനും മേജറുമൊക്കെ സൈന്യത്തിലാണ്. നിലവിലെ ചർച്ചകൾ കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കുന്നതാണ്. ജനത്തിന് അവമതിപ്പുണ്ടാകുന്ന ഇടപെടലുകൾ ഒഴിവാക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ നേതാക്കൾക്കെതിരെയും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉയർന്നു വന്നത്. സംഘടനാ പ്രവർത്തനത്തിൽ ഈ തെറ്റായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം മൂലം അർഹതയില്ലാത്തവരാണ് നേതൃസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്ന വിമർശനമാണ് ക്യാമ്പിൽ പ്രധാനമായും ഉയർന്നു വന്ന കാര്യങ്ങളിലൊന്ന്. അതായത്, ഇപ്പോൾ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃപദവിയിലേക്ക് രാഹുൽ മാങ്കൂട്ടം അടക്കം എത്തിയത് എങ്ങനെയാണെന്നും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആക്ഷേപങ്ങൾ, വ്യാജ തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ള ആക്ഷേപങ്ങളടക്കം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണോ സംസ്ഥാന പ്രസിഡന്റിന് എതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നത്? തീർച്ചയായിട്ടും സംഘടനാ തെരഞ്ഞെടുപ്പ് രീതിക്ക് പ്രമേയത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നത്. തിരഞ്ഞെടുപ്പിലെ പോരായ്മകൾ മൂലം അനർഹർ ഭാരവാഹികളായിട്ട് വന്നു. പ്രായപരിധി 40 ഉയർത്തണമെന്ന് ഒരു പ്രമേയത്തിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. പക്ഷേ അതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനമുണ്ടായി. 40 വയസ്സിൽ താഴെയുള്ളവർ മാത്രം മതിയെന്നൊരു വിമർശനമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് 50% സീറ്റ് വേണമെന്നൊരു നിർദ്ദേശവുമുണ്ടായി. ഇതോടൊപ്പം തന്നെ നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഭാരവാഹികൾ പലരും അനർഹരാണ്. അവരെയൊക്കെ തന്നെ ആ പദവിയിൽ യോഗ്യരല്ല, അവരെയൊക്കെ മാറ്റി നിർത്തണം. സംഘടനാപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെ വന്നവരെ മാത്രമേ ഇത്തരം നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പരോക്ഷമായിട്ടാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ തന്നെയാണ്. അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നേതാക്കൾ ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ അവർ മാറി നിൽക്കണമെന്നൊരു നിർദ്ദേശം മുൻപോട്ട് വന്നിരിക്കുന്നത്. രൂക്ഷ വിമർശനങ്ങളാണ് ആലപ്പുഴയിൽ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും യോഗത്തിൻ്റെ ഭാഗമായിട്ട് ചില ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ ഉയർന്നു വരുന്ന വിമർശനങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും നേതൃത്വത്തിനെതിരെയാണ്. മാത്രമല്ല, ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ച ഏതാണ്ട് 2 ലക്ഷത്തിലധികം രൂപ അത് ഏറ്റുവാങ്ങുന്നതിന് രാഹുൽ മാങ്കൂട്ടം തയ്യാറായില്ല. അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ആ പണത്തിനായിട്ട് അവർ വന്നപ്പോൾ ആ പണം ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ടായി. ഈ പണം എവിടെ പോയി? അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം ഈ വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ പേര് പറഞ്ഞു പിരിച്ച പണം പുട്ടടിച്ചു എന്നാണോ പ്രതിനിധികൾ പറഞ്ഞു വെക്കുന്നത്? അവരുടെ ആക്ഷേപം അങ്ങനെയാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ഒരർത്ഥത്തിൽ നമുക്ക് പറയേണ്ടത്. കാര്യം, ഇവരൊക്കെ തന്നെ സൈക്കിൾ ചലഞ്ച്, അതോടൊപ്പം തന്നെ ബിരിയാണി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് പിരിവ് നടത്തിയിട്ട് ഈ സൈക്കിൾ ലഭിച്ചവർ പോലും അത് നല്ലൊരു കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ട് ആ സൈക്കിൾ വാങ്ങിക്കാതെ അതിൻ്റെ പണം മടക്കി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇത്തരത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും മാതൃകാപരമായിട്ടൊരു സമീപനം യൂത്ത് കോൺഗ്രസിൻ്റെ നേരെ ഉണ്ടായിട്ട് പോലും ആ പണമൊക്കെ തന്നെ അടിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് യോഗത്തിൽ ഉയർന്നു വന്നൊരു വിമർശനം. അതൊക്കെ തന്നെ ശരിവയ്ക്കുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. ആലപ്പുഴ ജില്ലയിലാണ് നടന്നത്. അതോടൊപ്പം തന്നെ മേഘാരഞ്ജത്തിന് വേണ്ടി പിരിച്ച പണം എവിടെ പോയെന്ന ചോദ്യം ഉയർന്നു വന്നു. അവർക്ക് വേണ്ടിയിട്ട് പണം പിരിച്ചിട്ട് അക്കാര്യം അന്വേഷിക്കാൻ പോലും സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം തയ്യാറായില്ലെന്ന് രൂക്ഷ വിമർശനമുണ്ടായി. അവർ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കഴിയുന്നു. അവർക്ക് വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാ സഹായം നൽകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാകുന്നില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് വേണ്ടിയിട്ടാണ് അവർ രൂക്ഷമായ മർദ്ദനത്തിനിടയായത്. പക്ഷേ എങ്കിലും ശരി, ആ രീതിയിൽ വലിയ വിമർശനം നേരിടേണ്ടി വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ.